Hi, I am Rojes, Managing Director of Alpha Academy. ഇന്നേ ദിവസം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസർവേഷൻ സെക്ഷനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. നീറ്റ് എക്സാമിനേഷൻ ത്രൂ നമ്മൾ പഠിക്കാനായി MBBS അല്ലെങ്കിൽ BDS അല്ലെ അതേപോലെ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് നമ്മൾ ഒരു എൻട്രി പ്രതീക്ഷിക്കുമ്പോൾ അത് ഓൾ ഇന്ത്യ കോട്ട ആയിക്കോട്ടെ സ്റ്റേറ്റ് കോട്ട ആയിക്കോട്ടെ, നമുക്കറിയാം ടോട്ടൽ സീറ്റിൻ്റെ 15% സീറ്റ് ഫില്ല് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കോട്ടയും 85% സീറ്റ് ഫില്ല് ചെയ്യുന്നത് സ്റ്റേറ്റ് കോട്ടയുമാണ്. ഇനി ഇതിൽ ഏത് കോട്ട ആയിക്കോട്ടെ, ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് വൈക്ക് ആയിക്കോട്ടെ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ് ആയിക്കോട്ടെ, എങ്ങനെ സീറ്റ് ഫില്ല് ചെയ്താലും അതിനകത്ത് 10% സീറ്റ് എന്ന് പറയുന്നത് EWS കാറ്റഗറിക്കുള്ളതാണ്. എന്താണ് EWS? EWS എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നാണ്. ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന്, അതിൽ എക്കണോമിക്കലി വീക്കായിരിക്കുന്ന സ്റ്റുഡൻസിന് ലെസ് ഫീസോടുകൂടി പഠിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ എക്കണോമിക്കലി ബാക്കിയായിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റാണ് EWS സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ EWS സീറ്റിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടണമെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്, അത് സർ പറഞ്ഞു, നീറ്റ് എക്സാമിനേഷൻ്റെ ഓൾ ഇന്ത്യ കോട്ടയാണെങ്കിലും സ്റ്റേറ്റ് വൈസുള്ള KEAM ആണെങ്കിലും രണ്ട് സെക്ഷനിലും നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്നെ EWS കാറ്റഗറിയിലേക്ക് കൺസിഡർ ചെയ്യണം എന്നൊരു ഓപ്ഷൻ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടാവണം. അതേപോലെ EWS കാറ്റഗറിയിലാണ് ഞാൻ വരുന്നത് എന്നുള്ളതിനുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും വില്ലേജ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇനി അങ്ങനെ ചെയ്തിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് EWS സെക്ഷനിലേക്ക്, കാറ്റഗറിയിലേക്ക് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത് എന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ തന്നെ നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞു. നീറ്റ് എക്സാമിനേഷൻ്റെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ കുട്ടികളുടെ മുഴുവൻ അവരുടെ OMR ഷീറ്റ് വിസിബിൾ ആകുന്ന ഒരു പ്രോസസ്സാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ OMR ഷീറ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തത് തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളൊരു സമയമാണ്. അതിനുശേഷം ആൻസർ കീ പബ്ലിഷ് ചെയ്യും. ആൻസർ കീ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ രണ്ട് റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഒന്ന് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റും ഒന്ന് സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റും. ഈ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിലും ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിലും സർ പറഞ്ഞു ടോട്ടൽ സീറ്റിൻ്റെ 10% EWS കാറ്റഗറിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. അത് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ആണ് എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കണം. ഏതെങ്കിലും റിസർവേഷനുള്ള മറ്റ് കാറ്റഗറി സ്റ്റുഡൻസിന്, SC/BC ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, SC ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, ഈ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനെ ഒന്നും തന്നെ EWS കാറ്റഗറിയിലേക്ക് കൺസിഡർ ചെയ്യത്തില്ല. ഇനി EWS കാറ്റഗറിയിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇന്ത്യ മുഴുവനുള്ള സീറ്റിൻ്റെ 10%, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് നമുക്കൊന്ന് എടുത്താൽ കേരളത്തിൽ നമുക്കുള്ളത് 1400 സീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 10%, 140 സീറ്റ്. ഈ വർഷം നമ്മൾ വിചാരിക്കുന്നത് അറൗണ്ട് ഒരു 150 സീറ്റ് EWS കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാകുമെന്നാണ്. അപ്പോൾ 140-നും 150-നും ഇടയ്ക്ക് സീറ്റുകളാണ് EWS കാറ്റഗറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഞാൻ EWSയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കുക? ഞാൻ പറഞ്ഞു, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റ് വൈസ് നമുക്ക് EWSയിൽ നമ്മളെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇത്രയും എലിജിബിലിറ്റിക്കുള്ളിൽ നിൽക്കുന്നവരാണെന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ വില്ലേജിൽ നിന്നും നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളെയാണ് EWS കാറ്റഗറിയിലേക്ക് കൺസിഡർ ചെയ്യുക. ഇനി ഞാൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയുക? എൻട്രൻസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ കാറ്റഗറി റാങ്ക് അനൗൺസ് ചെയ്യും. ആ കാറ്റഗറി റാങ്കുകൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് EWSൻ്റെ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുക. ഞാൻ പറഞ്ഞു അറൗണ്ട് 140-നും 150-നും ഇടയ്ക്ക് സീറ്റുകളാണ് EWSനുള്ളത് കൊണ്ട് നമ്മുടെ കാറ്റഗറി റാങ്ക് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റാങ്ക് 150-ക്ക് ബിലോ ആണോ എന്ന് ചെക്ക് ചെയ്താൽ എനിക്ക് EWS സീറ്റ് വഴി ഒരു അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. 2019-ൽ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് നമുക്കറിയാം
1400 സീറ്റുകളാണുള്ളത്. അതിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നമുക്കൊരു 600-700 റാങ്ക് ഒക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. പക്ഷേ EWS കാറ്റഗറിയിൽ വന്നിരിക്കുന്ന ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം 2019 10,000 റാങ്ക് വരെ വന്നവർക്കാണ് MBBSന് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് EWS കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ MBBSന് വേണ്ടി നിർബന്ധമായിട്ടും ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അഡ്മിഷൻ ഈസി ആക്കാനും പഠനത്തിൽ MBBSലേക്ക് എത്തിച്ചേരാനും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സെക്ഷനുമാണ്. ദെൻ ഇത് മനസ്സിലാക്കിക്കൊണ്ട് EWSൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെസിഗ്നേഷൻ നേടിയെടുക്കാൻ എക്കണോമിക്കലി വീക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൺസിഡർ ചെയ്യാൻ ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ഈ ഓപ്ഷൻ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ട പുതിയതായിട്ട് ഇതേപോലുള്ള എൻട്രൻസിൻ്റെ അപ്ഡേഷൻസ് ഓരോ ദിവസവും നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ആ കൗൺസിലിങ്ങിന് എങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്, മെഡിക്കൽ സീറ്റിലും എഞ്ചിനീയറിംഗ് സീറ്റിലും ഈസി ആയിട്ട് ബെസ്റ്റ് കോളേജസ് നേടാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, അതിൻ്റെയൊക്കെ ഫീസ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ ദിവസവും നമ്മൾ ക്യാമ്പസിൽ ആൽഫ അക്കാഡമിയുടെ ക്യാമ്പസിൽ എല്ലാ വർഷവും കൊടുക്കുന്ന കാര്യം ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എല്ലാം എത്തിക്കുകയാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ അഡ്മിഷൻ്റെ പ്രൊസീജിയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ട് സീറ്റുകൾ ഉറപ്പിച്ച് നല്ല ക്യാമ്പസുകൾ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുന്ന പുതിയ പുതിയ ന്യൂസുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓൺലൈൻ പ്രോസസ്സിങ്ങിലൂടെ അഡ്മിഷൻ പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആകുലതയില്ലാതെ ഏറ്റവും നല്ല സീറ്റുകളും കോളേജുകളും നേടിയെടുക്കുക ഈസിയാണ്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും വിദ്യാർത്ഥികളോടൊപ്പം പേരൻസിനോടൊപ്പം ആൽഫ അക്കാഡമി ഉണ്ടാവും. എല്ലാവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ. ബെസ്റ്റ് വിഷസ്.